ഒരാൾക്ക് സ്വർഗത്തിലേക്ക് പോകണം എന്ന് തോന്നിയാൽ ഇസ്ലാം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ എത്ര സിമ്പിളാ. ഞാൻ ലളിതമായ 1-2 ഉദാഹരണങ്ങൾ പറയാം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതിയാൽ ഖുർആനിന്റെ 1/4 ഭാഗം ഓതിയ കൂലി കിട്ടും. ഖുൽ ഹുവല്ലാഹു അഹദ് ഈ സൂറത്ത് ഓതിയാൽ ഖുർആനിന്റെ 1/3 ഭാഗം ഓതിയ കൂലി കിട്ടും. സൂറത്തു യാസീൻ ഇത് ഓതിയാൽ 10 ഖത്ം ഓതി തീർത്ത കൂലി കിട്ടും. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ ഖുർആനിന്റെ പകുതി ഓതിയ കൂലി കിട്ടും. അൽഹാകുമുത് തകാസുർ ഈ സൂറത്ത് ഓതിയാൽ 1000 ആയത്ത് ഓതിയ കൂലി കിട്ടും. ഇനി ദിക്റുകളുടെ ലോകത്തേക്ക് വരാം. ഖുർആനിന്റെ വളരെ കുറഞ്ഞ ഉദാഹരണങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഒരാൾക്ക് നന്നാവണം എന്നൊരു ചെറുപ്പക്കാരിക്ക് തോന്നി, കൂടുതൽ ഇബാദത്തൊന്നും എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല, ഞാൻ നാളെ മറ്റന്നാൾ മരണപ്പെട്ടാലോ എന്നൊരാശങ്കയുണ്ട്. അവർക്കും സ്വർഗത്തിന്റെ വാതിൽ ഓപ്പണാണ്. ഒരാൾക്ക് ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ ഒരു ഈന്തപ്പന മര അള്ളാഹു സംവിധാനിക്കും. 2 ചൊല്ലിയാലോ 2 ഉണ്ടാവും. 10 ചൊല്ലിയാലോ 10 മരം കിട്ടും. അങ്ങനെ മലക്കുകൾ ഇങ്ങനെ വെച്ച് ഈ മരം വെച്ച് പിടിപ്പിക്കുമ്പോൾ അപ്പുറത്തുള്ള മലക്ക് വയ്ക്കും, ഇതായിരിക്കാ ഇത്ര എണ്ണം വെക്കണത്? ഞാൻ ഒരു മുഅ്മിനിനെ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ വെക്കണത്. അയാൾ എത്രയോ കൗണ്ടറിലൂടെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ചൊല്ലണത്.